ഈ കോളേജ് കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? CMS കോളേജിൽ CMS സഭ സ്ഥാപിച്ച സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം ഈ കോട്ടയത്തിനും കേരളത്തിനും നൽകിയ വലിയ സംഭാവന എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞു. ഒരാൾ പറ, മക്കള് പറ. മനസ്സിലായില്ല? അതല്ല, can you say what contribution this main contribution of this institution to the Kerala society? That was my answer, sir. That was my answer, sir. The students are the contribution. Okay, good. അതൊരു ശരിയായ ഭാഗ്യമായ ശരിയായ ഒരു ആൻസറാണ്. വേറെ ഉണ്ടോ? എന്തെങ്കിലും പറഞ്ഞു? മാർക്കൊന്നുമില്ല. എഡ്യൂക്കേഷൻ കൊടുത്തത് സ്റ്റാർട്ടിംഗ് തുടങ്ങിയത്, പ്രിന്റിംഗ് പ്രസ് ഒക്കെ തുടങ്ങിയത് ഇവിടുന്നാണ്. കേരളത്തിന്റെ ആദ്യത്തെ കോളേജ്. ഇവിടെ നിങ്ങൾ പറഞ്ഞതെല്ലാം ഭാഗികമായി ശരിയാണ്, ഒരു ശരിയുടെ ഭാഗമാണ്. കോളേജ് നടത്തിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയോ? ഈ കോളേജ് ഇവിടെ വരുമ്പോഴും ചാവറ കുര്യാക്കോസ് അച്ഛൻ അപ്പുറേ സ്കൂള് പള്ളിക്കൂടമൊക്കെ തുടങ്ങുമ്പോഴും, പള്ളിക്കൂടം എന്ന് പറയുന്ന വാക്ക് വന്നത് അതിൽ നിന്ന്, പള്ളിയോട് ചേർന്നുള്ള സ്കൂള് പള്ളിക്കൂടം. ഈ നാട്ടിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അക്ഷരം പഠിക്കാൻ അവകാശമില്ല, പഠിക്കാൻ പറ്റില്ല. അവർക്കൊന്നും വിദ്യാഭ്യാസം കിട്ടണ്ട. ആർക്കത്? നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ദളിതരെന്ന് വിളിക്കുന്ന പിന്നോക്കക്കാര്, ജാതി കാര്യം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം ഇല്ലേ? അതായത് ജാതി ശ്രേണിയിൽ താഴെ നിന്ന ആർക്കും കേരളത്തിൽ അക്ഷരം പഠിക്കാൻ അവകാശമില്ല, സ്കൂളിൽ പ്രവേശനമില്ല. അവർക്ക് ഒരിടത്തും പോയി ഒന്നും പഠിക്കാൻ പറ്റില്ല. അക്ഷരം പഠിക്കുന്ന നിഷിദ്ധമാണ്. അങ്ങനെ ഉണ്ടായിരുന്ന കേരളത്തിൽ ഈ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ദ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാ ജനാധിപത്യത്തിന്റെ ഒരു കാര്യം, അത് എല്ലാവർക്കും ഒരു തുല്യമായ ഒരു അവസരം കൊടുക്കുകയില്ലേ? അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഒരു ജനാധിപത്യവൽക്കരണം കേരളത്തിൽ തുടക്കം കുറിച്ചതിൽ രണ്ട് സ്ഥാപനങ്ങൾ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചാവറച്ചനെ കുറിച്ച് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? ഇന്ന് പോയില്ല. അവിടെ സത്യത്തിൽ അവിടെയും കൂടെ ഒരു സന്ദർശനം വെക്കേണ്ടതാണ്. വേറൊരു ദിവസം അല്ല, നിങ്ങൾ വായിച്ചെങ്കിലും അത് മനസ്സിലാക്കും. ഈ CMS സഭ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ്. എന്ന് വെച്ചാൽ അധസ്ഥിതരായിട്ടുള്ള എല്ലാവർക്കും, ആർക്കും ഇവിടെ അക്ഷരം പഠിക്കായിരുന്നു, വിദ്യാഭ്യാസത്തിന്റെ വാതിൽ തുറന്നു. നിങ്ങളിപ്പോ കേരളനാരായണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് കേരളനാരായണന്റെ അവിടെ പോയില്ല? അതൊക്കെ നിങ്ങളുടെ ഇത്തരം വഴി വരേണ്ടതാണ്. അല്ല, ഈ ചെറിയ സമയത്തിനുള്ളിൽ ചിലപ്പോൾ പറ്റില്ല. നിങ്ങൾ കേരളനാരായണന്റെ വീട് എപ്പോഴെങ്കിലും ഒഴിവൂർ ഇവിടുന്നൊരു എത്ര കിലോമീറ്ററാണ്? 18 അല്ലേ? 18 കിലോമീറ്ററുള്ള ഒരു നാട്ടിൻപുറത്താണ് കേരളനാരായണൻ ജനിച്ച വീട്. ആ വീട് നിങ്ങൾ കാണുന്നു, ഒരു സാധാരണ വീട്. നിങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് വലിയ അഭിമാനം തോന്നുന്ന ഒരു സമയമാണ് കേരളനാരായണൻ ജനിച്ച വീട്. അദ്ദേഹം ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ നിന്നിരുന്ന ആളാണ്. ഏറ്റവും താഴെ ദളിത് സമുദായത്തിൽപ്പെട്ട ആളാണ്. KR നാരായണൻ എന്നൊരാള് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം CMS സ്കൂളിനും CMS കോളേജിനും. ആദ്യമൊക്കെ അദ്ദേഹം ഉഴവൂരിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെ അവിടെ നടന്ന് ഇവിടെ വന്ന് പഠിച്ച് തിരിച്ചു പോവുകയാണ്. ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് തിരുവനന്തപുരം MA ചേർന്നു, MA ഇക്കണോമിക്സിന് ചേർന്നു. അവിടെ നിന്ന് വലിയ ഗോൾഡ് മെഡലോടുകൂടി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. ബോംബെ പോയി.
ടാറ്റയുടെ സ്കോളർഷിപ്പ് മേടിച്ച് ഇന്നും അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ചേർന്ന് ഹാരോൾഡ് രാസ്റ്റി എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ ഈ ലോകത്തെ എല്ലാ സ്വാതന്ത്ര്യ സമരത്തെയും സഹായിക്കുകയും ലോകത്തിലെ എല്ലാ വലിയ ലോക നേതാക്കളുമായി സൗഹൃദം പുലർത്തുകയും ഒക്കെ ചെയ്ത വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും അധ്യാപകനും ചിന്തകനും ഒക്കെയായ ആളിന്റെ ശിഷ്യനായ അവസരം കിട്ടി. അങ്ങനെ ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും കെ ആർ നാരായണന്റെ ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത് കെ ആർ നാരായണൻ ഉണ്ടായത് ഇവിടെ CMS കോളേജ് ഉള്ളത് മാത്രമാണ്. ഇനി CMS കോളേജിൽ പഠിക്കാത്ത മറ്റൊരാൾ, ഒരു ദളിത് ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയി, അത് ശ്രീ KG ബാലകൃഷ്ണനാണ്. ഈ കടുത്തുരുത്തി നമ്മുടെ ഇവിടുന്ന് നിങ്ങൾ എറണാകുളം റൂട്ടിൽ പോകുമ്പോൾ ഒരു സ്ഥലമാണ് കടുത്തുരുത്തി. ഏറ്റുമാനോട് കഴിഞ്ഞ വൈക്കത്തിന് വരുന്നു. അദ്ദേഹത്തിന് പഠിക്കാൻ അവസരം കിട്ടിയത് ഈ ആംബിയൻസ് ഉണ്ടായതുകൊണ്ടാണ്. ഈ നാട്ടിൽ ദളിതരായിട്ടുള്ള ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതും, കോട്ടയം ജില്ലയിൽ നിന്നാണ് രണ്ടുപേര് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതും ഒരാള് ചീഫ് ജസ്റ്റിസ് ആയതും, രണ്ട് ദളിതരായിട്ടുള്ള ആളുകൾ ഈ ഉയർന്ന പദവിയിലേക്ക് വന്നത് എന്നത് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം CMS കോളേജും CMS മിഷണറിമാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളുമാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം, നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. കേരളത്തിൽ വന്ന ഏറ്റവും വലിയ വിപ്ലവകരമായ വിദ്യാഭ്യാസ പരിഷ്കാരം അന്നിതാണ്. ഈ ഉന്നത വിദ്യാഭ്യാസത്തിനുമെല്ലാം ഈ നാട്ടിലെ എല്ലാവർക്കും ഈ കോളേജ് അവസരം കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കോളേജിൽ ഞാനും പഠിച്ചു എന്നുള്ളത് എനിക്ക് വലിയ അഭിമാനമാണ്. അപ്പോ അതുപോലെ ബെഞ്ചമിൻ ബെയ്ലി ഇവിടെ വന്ന്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ വന്ന് അദ്ദേഹം മലയാള ഭാഷ പഠിച്ച് നമുക്കൊരു ലിപി ഉണ്ടാക്കി, ഒരു ഡിക്ഷണറി ഉണ്ടാക്കി. അത് മലയാളത്തിൽ വന്ന ഇംഗ്ലീഷ് മലയാളം ആദ്യത്തെ ഡിക്ഷണറി അല്ലേ, ആദ്യത്തെ ഡിക്ഷണറി, ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്, ഇതെല്ലാം ഈ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളാണ്. അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ സ്ഥാനം ഈ കോളേജിനുണ്ട്. ഇനി ക്യാമ്പസ്, നിങ്ങൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ കണ്ടുകയാണ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിന്റെ ഏതാണ്ട് ഇതേപോലെയുള്ള ക്യാമ്പസും ഇതിനേക്കാൾ കൂടിയ സ്ഥലവും ഒക്കെയുള്ള സ്ഥലമാണ്. നമ്മുടെ കോട്ടയം പട്ടണത്തിന്റെ നടുക്ക് കോളേജിന് ഇതിനേക്കാൾ കൂടിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കുറേശ്ശെയായി കുറഞ്ഞു പോയതാണ്. അതിമനോഹരമായ ഒരു ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ പഠിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കാണുന്നവരാണ്. പിന്നെ CMS മിഷണറിമാരുടെ എഡ്യൂക്കേഷൻ മോട്ടോ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയാം. ഒരിക്കലും കർശനമായ ഒരു വിദ്യാഭ്യാസ നിയന്ത്രണം ഈ CSI സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടില്ല, ഒരിടത്തുമില്ല. അതൊരു മൊത്തത്തിൽ പ്രോട്ടസ്റ്റന്റ് ചർച്ചിന്റെ ഒരു ട്രഡീഷനാണ്. അതായത് കാർക്കശ്യത്തോടു കൂടിയ ഒരു വിദ്യാഭ്യാസം. കുട്ടികളെ ഇങ്ങനെ വടിയുടെ മുനയിൽ നിർത്തി പഠിപ്പിക്കുക, അങ്ങനെ ആടിനെ തെളിച്ചുകൊണ്ട് പോയി പോകുന്നത് തെളിച്ചുകൊണ്ട് പോവുക, അങ്ങനത്തെ ഒരു കാര്യവും ഈ തുടക്കം മുതൽ കോളേജിലില്ല. കുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും, കുസൃത്തരം കാണിക്കാനുള്ള അവസരവും, പഠിക്കേണ്ടവർക്ക് പഠിക്കാനും ഉഴപ്പേണ്ടവർക്ക് ഉഴപ്പാനും ഒക്കെയുള്ള ഒരു ക്യാമ്പസ് ആയിട്ടാണ് എത്രയോ കാലമായി ഈ കോളേജ് നടന്നു പോയത്. അപ്പോൾ ഉണ്ടല്ലോ നമുക്കൊക്കെ കിട്ടിയ വലിയൊരു ഒരു 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 എന്താ പറയണ്ട, ഒരു മാനസിക ഔന്നത്യം. അതെനിക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കാര്യങ്ങളോട് സമയത്തയോടെ പ്രതികരിക്കാനും എല്ലാ കാര്യങ്ങളെയും ഒരു സങ്കുചിതത്വമില്ലാതെ കാണാനും ആളുകളെ ഓരോ കൂടിയവരെന്നോ താഴ്ന്നവരെന്നോ ഉള്ള രീതിയിൽ ഇല്ലാതെ പരിഗണിക്കാനും ഒക്കെയുള്ള ഒരു ഒരു മാനസിക അവസ്ഥ കിട്ടിയത് ഈ കോളേജിൽ നിന്നാണ്. അതുപോലെ അധ്യാപകർ. ഞാനൊരു കാര്യം പറയും, ഇന്ത്യയിലെ ഏത് കോളേജിലെയും ഏത് യൂണിവേഴ്സിറ്റിയിലെയും തലയെടുപ്പുള്ള
അധ്യാപകരോടൊപ്പം നിൽക്കാൻ കഴിവുള്ള വലിയ അധ്യാപക ശ്രേഷ്ഠർ ഈ കോളേജിൽ പഠിപ്പിച്ചു, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അവരിവിടുത്തെ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, ആർട്സ് ഡിപ്പാർട്ട്മെന്റ്, സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഈക്വലി വലിയ പ്രശസ്തമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ ചരിത്രം ഈ കോളേജിലുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് കാലം പലതവണ ഈ കോളേജ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളാരും കേട്ടിട്ടുണ്ടാവുന്നില്ല. അതായത് ഈ കോട്ടയം പട്ടണത്തിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഞാൻ ഇവിടെ MA വരെ പഠിച്ചു, ചെലവില്ലാതെ പഠിച്ചു. അത് നോക്കണം. ഇന്നിവിടെ ഇരിക്കുന്ന കുട്ടികളോ അല്ലെ രക്ഷിതാക്കള്, ഈ കുട്ടികൾ അവരുടെ പഠനത്തിന് രക്ഷിതാക്കൾ ചെലവാക്കുന്ന തുക എത്ര? അല്ലെ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നവരോ ആലോചിച്ചറിയാം. കുട്ടികളുടെ പഠനത്തിന് ചെലവാക്കുന്ന തുക ഭീമമായ തുക ചെലവാക്കുന്ന സമയത്താണ് ലോകത്തെവിടെയും കിട്ടുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു സാധാരണക്കാരന് CMS കോളേജിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും കിട്ടുന്നു. ഇതൊക്കെയാണ് ഈ കോളേജിന്റെ പ്രത്യേകത. ഈ കോളേജിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളുണ്ട്, ഇംഗ്ലീഷുണ്ട് അല്ലേ? നിങ്ങളിപ്പോ സിനിമ കണ്ടത് ഭാഗികമായ ഒരു ചരിത്രമാണ്. അതിനകത്ത് ഈ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം, അക്ഷരം പഠിക്കാൻ അവസരം കൊടുത്ത ഒരു സ്ഥാപനമാണെന്ന് ചിലപ്പോൾ നമുക്കത് അറിയാവുന്നവർക്കറിയാം. ഇത് സിനിമയിൽ അതുമായി ബന്ധമില്ല. പക്ഷേ ഈ സിനിമ ഈ കോളേജിന്റെയും CMS മിഷണറിമാരുടെയും ചരിത്രത്തിലേക്ക് ഒരു കവാടമാണ്. ബെഞ്ചമിൻ ബെയ്ലി ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങൾ ഇവിടെ അസുഖം ബാധിച്ച് മരിച്ചു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഡിക്ഷണറി ഉണ്ടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കി. ഈ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരായി ബെഞ്ചമിൻ ബെയ്ലി മാറി. അതിന്റെ ഒപ്പം ഈ കോളേജും മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.